നമ്മൾ കാണിക്കാൻ പോകുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു സി മൈനസ് എന്ന് പറഞ്ഞാൽ സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് വേർ എക്സ് ലെസ് ദാൻ സി എന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആ ഇന്റർവെല്ലിലെ ഒരു ആർബിട്രറി പോയിന്റ് എക്സ് എടുത്തു വിത്ത് എക്സ് ലെസ് ദാൻ സി, സിയേക്കാളും ചെറുതായിട്ടുള്ള ഒരു എക്സ് വാല്യൂ നമ്മൾ എടുത്തു. അപ്പം ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയതുകൊണ്ട്, ഫംഗ്ഷൻ ഇവിടെ ഇൻക്രീസിങ് ആണ് തന്നിട്ടുണ്ട്, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആയിരിക്കുമല്ലോ. ഇൻക്രീസിങ് എക്സ് ലെസ് ദാൻ സി വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആയിരിക്കും, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയതുകൊണ്ട്. Therefore, the set f of x where of I x less than c. അപ്പൊ ഈ ഒരു സെറ്റ് എന്തായാലും നോൺ എം ടി ആയിരിക്കും, ഇത് ബൗണ്ടഡും ആയിരിക്കുമല്ലോ. കിട്ടിയോ? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആണ്, എക്സ് എലമെന്റ് ഓഫ് ഐ ആണ്. എക്സ് ലെസ് ദാൻ സി ആണെങ്കിൽ, സി എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ സി ആയിട്ട് ഒരുപാട് പോയിന്റുകൾ എന്തായാലും കാണും. ഇപ്പൊ സപ്പോസ് നമ്മളൊരു ഇന്റർവെല് നമ്മൾ 0-1 എന്നുള്ള ഒരു ഇന്റർവെൽ എടുത്തു, സി എന്നും പറഞ്ഞ് 0.1 എടുത്താൽ, സി എന്നും പറഞ്ഞ് നമ്മൾ 0.1 എടുത്താൽ എക്സ് ലെസ് ദാൻ 0.1 വരുന്ന എത്ര പോയിന്റ് വേണമെങ്കിലും നമുക്ക് ഈ ഇന്റർവെല്ലിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? 0.001, 0.002, 0.003, അതെല്ലാം ഈ സിയേക്കാളും ചെറുതായിട്ടുള്ള വാല്യൂസ്. അതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. എക്സ് ലെസ് ദാൻ സി വരുന്ന പോയിന്റുകളെല്ലാം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആണ്. അതുകൊണ്ട് നമ്മൾ സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് വേർ എക്സ് എലമെന്റ് ഓഫ് ഐ എക്സ് ലെസ് ദാൻ സി എന്ന് പറയുമ്പോൾ ആ സെറ്റ് നോൺ വോയിഡ് എന്ന് പറഞ്ഞാൽ നോൺ എം ടി എന്നുള്ളതേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഈ അങ്ങനത്തെ ഒരുപാട് പോയിന്റ്, സിയേക്കാളും ചെറുതായിട്ടുള്ള സെറ്റിൽ ഒരുപാട് എൻ പോയിന്റ് അല്ലാത്തത് കൊണ്ട് സിയേക്കാളും ചെറുതായിട്ടുള്ള ഒരുപാട് പോയിന്റുകൾ ഈ സെറ്റിലുണ്ട്. ഒരുപാട് പോയിന്റുകൾ ഈ സെറ്റിൽ ഉള്ളത് കൊണ്ട് ഈ സെറ്റ് നോൺ എം ടി ആണെന്ന് നമുക്ക് പറയാം. പിന്നെ എക്സ് ലെസ് ദാൻ സി വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആയതുകൊണ്ട് ഇത് ബൗണ്ടഡ് എബവ് ബൈ എഫ് ഓഫ് സി എന്ന് പറയാലോ. കാരണം എക്സ് ലെസ് ദാൻ സി വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി. അതുകൊണ്ട് ഈ സെറ്റ് ബൗണ്ടഡ് എബവ് ബൈ എഫ് ഓഫ് സി എന്ന് നമുക്ക് പറയാലോ. സോ അതിന്റെ സുപ്രീമം, നമുക്ക് സുപ്രീമം പ്രോപ്പർട്ടി അനുസരിച്ച് ഈ സെറ്റ് നോൺ എം ടി ആണ്, ബൗണ്ടഡ് എബവ് ആയതുകൊണ്ട് അതിന്റെ സുപ്രീമം എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാം. അതിന്റെ സുപ്രീമത്തിന് ഈ സെറ്റിന്റെ സുപ്രീമം എക്സിസ്റ്റ് ചെയ്യും. അത്ര കിട്ടിയോ? ഈ സെറ്റ് നമ്മൾ ആദ്യം ചെയ്ത പ്രോസസ് ആണ്, ഒരു ആർബിട്രറി പോയിന്റ് എക്സ് എടുത്തു വിത്ത് എക്സ് ലെസ് ദാൻ സി. അപ്പൊ എക്സ് ലെസ് ദാൻ സി വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആയിരിക്കും, എഫ് ഇൻക്രീസിങ് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ സെറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് വിത്ത് എക്സ് ലെസ് ദാൻ സി എടുക്കുവാണെങ്കിൽ നമുക്ക് പറയാം ഈ സെറ്റ് നോൺ എം ടി ആയിരിക്കും. കാരണം സിയേക്കാളും ചെറുതായിട്ടുള്ള ഒരുപാട് പോയിന്റുകൾ ഈ ഇന്റർവെല്ലിൽ കാണും. നമ്മൾ സി എന്ന് പറയുന്നത് എൻ പോയിന്റ് അല്ലാത്തത് കൊണ്ട് അപ്പം എഫ് ഓഫ് എക്സുകളും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ എഫ് ഓഫ് എക്സുകളെല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആയതുകൊണ്ട് ഈ സെറ്റ് ബൗണ്ടഡ് എബവ് ബൈ എഫ് ഓഫ് സി ആണ്. എക്സ് ലെസ് ദാൻ സി വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആയതുകൊണ്ട് ഈ സെറ്റ് ബൗണ്ടഡ് എബവ് ബൈ എഫ് ഓഫ് സി ആണ്. അപ്പൊ സെറ്റ് ബൗണ്ടഡ് എബവ് ആണ്, നോൺ എം ടി ആയതുകൊണ്ട് സുപ്രീമം പ്രോപ്പർട്ടി അനുസരിച്ച് ഈ സെറ്റിന് ഒരു സുപ്രീമം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആ സുപ്രീമത്തിനെ നമ്മൾ ലെറ്റ് എൽ ബി ദി സുപ്രീമം. ഇനി സുപ്രീമം പ്രോപ്പർട്ടി അനുസരിച്ച് എൽ ഒരു സുപ്രീമം ആണെങ്കിൽ എൽ മൈനസ് എപ്സിലോണിന് സുപ്രീമം ആകാൻ പറ്റത്തില്ലല്ലോ. സുപ്രീമം എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട്, ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് എല്ലിനേക്കാളും ചെറുത് ഒരെണ്ണത്തിന് ഒരിക്കലും അപ്പർ ബൗണ്ട് ആകാൻ പറ്റത്തില്ല. അപ്പൊ എൽ മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് ആകാൻ പറ്റത്തില്ല. എൽ മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് ആകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സെറ്റില് എൽ മൈനസ് എപ്സിലോണേക്കാളും വലിയ ഒരു എലമെന്റ് എങ്കിലും കാണും. അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മളൊരു സെറ്റ് എസിന്റെ സുപ്രീമം നമ്മൾ ക്യാപിറ്റൽ എം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ സെറ്റ് എസിന്റെ സുപ്രീമം ക്യാപിറ്റൽ എം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എം മൈനസ് എപ്സിലോണും എമ്മിനും ഇടയ്ക്ക് ഈ സെറ്റില് ഒരു എലമെന്റ് എങ്കിലും കാണും എന്ന് നമുക്ക് പറയാലോ. അത് നമ്മൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ള, അതായത് കഴിഞ്ഞ സെമ്മിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. എസിന്റെ സുപ്രീമം സെറ്റ് എസിന്റെ സുപ്രീമം ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ ഈ സെറ്റില് ഒരു എക്സ് എങ്കിലും കാണും, സച്ച് ദാറ്റ് എം മൈനസ് എപ്സിലോണും എമ്മിനും ഇടയ്ക്ക് കിടക്കുന്നത് പോലെ എം മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം. ഇവിടെ എൽ ആണ് നമ്മൾ ഈ സെറ്റിന്റെ സുപ്രീമം. എഫ് ഓഫ് എക്സ്, സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് വിത്ത് എക്സ് എലമെന്റ് ഓഫ് ഐ എക്സ് ലെസ് ദാൻ സി ഉള്ള സെറ്റിന്റെ സുപ്രീമമാണ് എൽ. അപ്പൊ എൽ മൈനസ് എപ്സിലോണ് സുപ്രീം ആകാൻ പറ്റത്തില്ല. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഈ സെറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എലമെന്റുകൾ എഫ് ഓഫ് എക്സ് ഫോമിലാണ്. അപ്പം there exists y എഫ് ഓഫ്, നമ്മൾ അതിനെ y എപ്സിലോൺ ആണ് ഇവിടെ എടുത്തേക്കുന്നത്. there exists a y epsilon, there exists a y epsilon element of I with ഈ സെറ്റിലെ ഒരു എലമെന്റ്, ഈ സെറ്റിലെ ഒരു എലമെന്റ് ആണ് y epsilon, such that
y epsilon അല്ല, f of y epsilon ആണ് സെറ്റിലെ എലമെന്റ് വരുന്നത്. y epsilon is less than c and f of y epsilon is ഗ്രേറ്റർ ദാൻ എൽ മൈനസ് എപ്സിലോൺ. എൽ മൈനസ് എപ്സിലോണേക്കാളും വലുതായിട്ട് ഈ സെറ്റിൽ ഒരു എലമെന്റ് എങ്കിലും കാണും. കിട്ടിയോ? ഈ സെറ്റിന്റെ സുപ്രീമമാണ് ക്യാപിറ്റൽ എൽ. ഈ സെറ്റിന്റെ സുപ്രീമം എൽ എന്ന് പറയുമ്പോൾ എൽ മൈനസ് എപ്സിലോൺ സുപ്രീമം അല്ലെങ്കിൽ അപ്പർ ബൗണ്ട് ആകാൻ പറ്റത്തില്ല. എൽ മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് ആകാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? എൽ മൈനസ് എപ്സിലോണേക്കാളും വലിയ ഒരു എലമെന്റ് എങ്കിലും ഈ സെറ്റിൽ കാണും. അപ്പൊ ഈ സെറ്റിലെ എലമെന്റുകളെല്ലാം ഫംഗ്ഷന്റെ വാല്യൂസ് ആണല്ലോ. അപ്പൊ നമുക്ക് പറയാം there exists a y epsilon in the interval I such that f of y epsilon is greater than L minus epsilon. ആൻഡ് ഇതിൻ്റെ അകത്ത് വരണമെന്നുണ്ടെങ്കിൽ ആ y എന്ന് പറയുന്നത് ലെസ് ദാൻ സിയും ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? there exists a y epsilon element of I with y epsilon less than x such that L minus epsilon is less than f of y epsilon which is less than or equal to L. ഈക്വൽ ടു L വേണമെങ്കിലും വരാം. സുപ്രീമത്തിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് അത് ഈക്വൽ ടു L വേണമെങ്കിലും വരാം. ഇത്ര മനസ്സിലായോ നോക്കിയേ? ഈ ഒരു സ്റ്റെപ്പാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് അറിയേണ്ടത്. സുപ്രീമത്തിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നത്. നമ്മൾ ഒരു ആർബിട്രറി പോയിന്റ് എക്സ് വിത്ത് എക്സ് ലെസ് ദാൻ സി എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആണ്. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആണ്. അപ്പോൾ സെറ്റ് എഫ് ഓഫ് എക്സ് വിത്ത് എക്സ് എലമെന്റ് ഓഫ് ഐ എക്സ് ലെസ് ദാൻ സി എന്ന് പറയുമ്പോൾ ഈ എഫ് ഓഫ് എക്സുകളെല്ലാം എക്സ് ലെസ് ദാൻ സി ആയതുകൊണ്ട് അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആയിരിക്കും. അപ്പോൾ ഈ സെറ്റ് ബൗണ്ടഡ് എബോവ് ബൈ എഫ് ഓഫ് സി ആണ്. അപ്പോൾ ഇതിന്റെ സുപ്രീമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സുപ്രീമത്തിന് നമ്മൾ എൽ എന്ന് വിളിച്ചു. എൽ സുപ്രീമം ആണെങ്കിൽ എൽ മൈനസ് എപ്സിലോൺ സുപ്രീം ആകാൻ പറ്റത്തില്ല. അതിന്റെ മീനിങ് എന്താണ്? എൽ മൈനസ് എപ്സിലോണേക്കാളും വലിയ ഒരു എലമെന്റ് എങ്കിലും ഈ സെറ്റിൽ കാണും. അപ്പം നമ്മൾ പറയും ഈ സെറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? അതിൻ്റെ അകത്തെ y എപ്സിലോൺ എന്ന് പറയുന്നത് y എലമെന്റ് ഓഫ് I വിത്ത് എഫ് ഓഫ് y ഗ്രേറ്റർ ദാൻ എൽ മൈനസ് എപ്സിലോൺ ആണ്. അപ്പൊ നമ്മൾ പറയാം there exists a y epsilon element of I with y epsilon less than c. x അല്ല c ആണ്. y epsilon less than c and f of y epsilon is greater than L minus epsilon. അപ്പൊ നമുക്ക് പറയാം there exists y epsilon element of I with y epsilon less than c. കാരണം ഇത് പറഞ്ഞോന്നുണ്ടെങ്കിൽ x less than c ആയിരിക്കും. y less than c ആയിരിക്കണം. such that L minus epsilon is less than f of epsilon. f of y epsilon less than or equal to L. ഇത്ര മനസ്സിലായോ? ഒരു സെക്കൻഡ്, ഞാൻ ഫാൻ നോക്കി. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ ഡെൽറ്റ എടുക്കുക. നമ്മളൊരു എപ്സിലോൺ എടുത്തു, ഇനി നമ്മളൊരു ഡെൽറ്റ എടുക്കുക. നമുക്ക് കണ്ടിന്യൂറ്റി, നമുക്ക് ഇതിന്റെ ആ ഒരു ലിമിറ്റിലേക്ക് കിട്ടണ്ട. ലിമിറ്റ് കിട്ടാൻ വേണ്ടി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു, നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നേരത്തെ ലിമിറ്റിന്റെ ഡെഫിനിഷൻ പഠിച്ചപ്പം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും പറഞ്ഞ ആ ഒരു ഡെഫിനിഷൻ നമുക്ക് ഒരു എപ്സിലോണും ഒരു ഡെൽറ്റയും ഉണ്ട്. ഓരോ എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ടും അതിനെ ഡിപ്പെൻഡ് ചെയ്തൊരു ഡെൽറ്റ ഉണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരു എപ്സിലോൺ, ആ എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ഡെൽറ്റ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡെൽറ്റ എപ്സിലോൺ ഇസ് ഈക്വൽ ടു സി മൈനസ് വൈ എപ്സിലോൺ അങ്ങ് എടുക്കുക. ലെറ്റ് ഡെൽറ്റ എപ്സിലോൺ ഇസ് ഈക്വൽ ടു സി മൈനസ് വൈ എപ്സിലോൺ. സി മൈനസ് വൈ എപ്സിലോൺ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് if 0 less than c minus y less than delta epsilon, c minus y less than delta epsilon നമ്മൾ എടുക്കുവാണെങ്കിൽ, ഡെൽറ്റ എപ്സിലോൺ എന്ന് പറയുന്നത് c മൈനസ് വൈ എപ്സിലോൺ. അപ്പൊ 0 ലെസ് ദാൻ c മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ നമ്മൾ എടുക്കുവാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് 0 ലെസ് ദാൻ
സി മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ എന്ന് പറയുന്നത് സി മൈനസ് വൈ എപ്സിലോൺ എന്ന് പറയാലോ. അപ്പൊ സി മൈനസ് വൈ ഈസ് ലെസ് ദാൻ സി മൈനസ് വൈ എപ്സിലോൺ. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? വൈ എപ്സിലോൺ ആയിരിക്കല്ലേ വൈയേക്കാളും ചെറുത്. സോ വി ക്യാൻ സേ ദാറ്റ് വൈ എപ്സിലോൺ ഈസ് ലെസ് ദാൻ വൈ. കിട്ടിയോ? അതായത് നമ്മൾ യൂസ് ചെയ്തത് ലെറ്റ് ഡെൽറ്റ എപ്സിലോൺ ഇസ് ഈക്വൽ ടു സി മൈനസ് വൈ എപ്സിലോൺ എടുത്തു. ഡെൽറ്റ എപ്സിലോൺ നമ്മൾ സി മൈനസ് വൈ എപ്സിലോൺ എടുക്കുവാണ്. എന്നിട്ട് y യെ പറ്റി നമ്മൾ എടുക്കുക. y എന്ന് പറയുന്ന നമ്പർ നമ്മൾ എടുക്കുന്നത് സി മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ. സീറോ അതായത് പോസിറ്റീവ് ആയിട്ടുള്ള നമ്പർ ആണ് സി മൈനസ് വൈ. സീറോ ലെസ് ദാൻ സി മൈനസ് വൈ ഈസ് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ നമ്മൾ എടുത്തു. അപ്പം ഡെൽറ്റ എപ്സിലോൺ എന്ന് പറയുന്നത് എന്താ? സി മൈനസ് വൈ. അപ്പൊ ഈ ഇതിന് നമ്മൾ മാറ്റി എഴുതുവാണെങ്കിൽ സീറോ ലെസ് ദാൻ സി മൈനസ് വൈ ഈസ് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോണിന് പകരം സി മൈനസ് വൈ എപ്സിലോൺ നമുക്ക് പറയാം. അപ്പൊ നമുക്ക് സി മൈനസ് വൈയും സി മൈനസ് വൈ എപ്സിലോണും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ സി മൈനസ് വൈ എപ്സിലോൺ ആണ് വലുത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ നമ്പറിൽ നിന്ന് നമ്പേഴ്സ് കുറയ്ക്കുമ്പോൾ ഇത് ചെറുതും ഇത് വലുതും എന്ന് പറയുമ്പോൾ ഈ നമ്പർ ആയിരിക്കില്ലേ ചെറുത്. ആ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇത് വലുതെന്ന് പറയുമ്പോൾ ഈ വൈ എപ്സിലോൺ ആയിരിക്കും ചെറുത്. സോ വി ക്യാൻ സേ ദാറ്റ് വൈ എപ്സിലോൺ ഈസ് ലെസ് ദാൻ വൈ. ഇനി ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് വൈ എപ്സിലോൺ ഈസ് ലെസ് ദാൻ വൈ ഈസ് ലെസ് ദാൻ സി എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? y epsilon is less than y is less than c എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ഡെൽറ്റ എപ്സിലോൺ is equal to c minus y epsilon and 0 less than c minus y less than delta epsilon നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് y epsilon is less than y is less than c എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചായിരുന്നു എൽ മൈനസ് എപ്സിലോൺ. നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എൽ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എഫ് ഓഫ് വൈ എപ്സിലോൺ ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ. അപ്പൊ നമുക്ക് എഫ് ഓഫ് വൈ എപ്സിലോൺ ഇവിടെ നമുക്കറിയാം വൈ എപ്സിലോൺ ഈസ് ലെസ് ദാൻ വൈ ഈസ് ലെസ് ദാൻ സി ആണ്. വൈ എപ്സിലോണും ഐയിലെ എലമെന്റ് ആണ്. വൈ എപ്സിലോൺ എന്ന് പറയുന്ന ഐയിലെ എലമെന്റ് ആണ്. വൈയും ഐയിലെ എലമെന്റ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാം? ഇത് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനും ആണല്ലോ. അപ്പൊ എഫ് ഓഫ് എഫ് എപ്സിലോൺ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ. ഇനി എഫ് ഓഫ് വൈ എപ്സിലോൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ. അപ്പൊ നമുക്ക് എൽ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എഫ് ഓഫ് വൈ എപ്സിലോൺ ഈസ് ലെസ് ദാൻ എഫ് ഓഫ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ എന്ന് പറയാം. ഇത്ര മനസ്സിലായെന്ന് നോക്കിയേ. ആ ഒരു സ്റ്റെപ്പാണ് ഇവിടെ മെയിൻ ആയിട്ട് മനസ്സിലാവേണ്ടത്. ഇവിടം വരെ മനസ്സിലായില്ലായിരുന്നോ? നമ്മൾ വൈ എപ്സിലോൺ നമ്മൾ സുപ്രീമത്തിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് പറയാം there exists a y epsilon such that f of y epsilon is greater than l minus epsilon. അപ്പൊ ഈ സെറ്റിലെ ഒരു എലമെന്റ് ആയതുകൊണ്ട് ആ y epsilon എന്ന് പറയുന്ന ഐയിലെ എലമെന്റ് ആയിരിക്കണം. y epsilon ലെസ് ദാൻ സി യു ആയിരിക്കണം. അപ്പൊ നമുക്ക് there exists y epsilon element of I with y epsilon less than c and l minus epsilon less than f of y epsilon less than or equal to l. എന്നിട്ട് നമ്മൾ ഡെൽറ്റ എപ്സിലോൺ ഡിഫൈൻ ചെയ്യുക. ഡെൽറ്റ എപ്സിലോൺ എന്ന് പറയുന്നത് സി മൈനസ് വൈ എപ്സിലോൺ എടുത്തിട്ട് and y be an element of I with 0 less than c minus y less than delta epsilon. 0 less than c minus y less than delta epsilon എന്ന് പറയുമ്പോൾ 0 less than c minus y less than c minus y epsilon. c minus a less than c minus b എന്ന് പറയുമ്പോൾ b less than a അല്ലേ? അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ c minus y less than c minus y epsilon എന്ന് പറയുമ്പോൾ y epsilon എന്ന് പറയുന്നത് y യേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ y epsilon is less than y. ഇനി ഇത് c minus y greater than 0 ആയതുകൊണ്ട് ഇതെല്ലാം less than c ആയിരിക്കും. നമുക്ക് y epsilon less than y less than c എന്ന് കിട്ടി. അപ്പം y epsilon less than y less than c ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് വൈ എപ്സിലോൺ ഇവിടെ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് വൈ എപ്സിലോൺ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ will be less than or equal to f of c എന്ന് നമുക്ക് പറയാലോ. ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണല്ലോ. ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് ആ ഒരു സ്റ്റെപ്പ് ഇവിടെ എഴുതിയിട്ടില്ല, അത് വളരെ ക്ലിയർ ആയതുകൊണ്ടാണ് ചെയ്യാത്തത്. y എപ്സിലോൺ ലെസ് ദാൻ y ലെസ് ദാൻ c ആയതുകൊണ്ട് നമുക്ക് f of y എപ്സിലോൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of y ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of c എന്ന് കിട്ടി. Therefore ഇനി നമ്മൾ ഈ റിസൾട്ടും കൂടെ കമ്പൈൻ ചെയ്യുക.
അപ്പൊ ഈ റിസൾട്ട് നമ്മൾ ലെഫ്റ്റിൽ തുടങ്ങുക എൽ മൈനസ് എപ്സിലോൺ ഈ സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് വൈ എപ്സിലോൺ ആണ്. ഇനി എഫ് ഓഫ് വൈ എപ്സിലോൺ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണ്. ഇനി എൽ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഒരു സുപ്രീമമാണ്. നമുക്കറിയാം എൽ ലെസ് ദാൻ എഫ് ഓഫ് സി അതിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ്. എഫ് ഓഫ് സി ആ സെറ്റിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ്. എൽ ആണ് സുപ്രീം. അപ്പൊ നമുക്ക് എഫ് ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി. എല്ലും എഫ് ഓഫ് സിയും കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ എൽ ആയിരിക്കും ചെറുത്. കാരണം എഫ് ഓഫ് സി ആ സെറ്റിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ്. എൽ അതിന്റെ സുപ്രീമമാണ്. അപ്പൊ നമുക്ക് എൽ മൈനസ് എപ്സിലോൺ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ എടുക്കുക. എൽ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ ഓർ is strictly less than f of y epsilon which is less than f of y which is less than or equal to l less than or equal to l. അപ്പം നമുക്കത് less than or equal to l plus epsilon എന്ന് എടുക്കാമല്ലോ. which is less than or equal to l എന്തായാലും less than or equal to l ആണെങ്കിൽ നമുക്ക് less than or equal to l plus epsilon എടുക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടി? l less than or l less than f of y minus epsilon is less than l എന്ന് പറയാലോ. മൈനസ് എപ്സിലോൺ നമ്മൾ ഒരു മിനിറ്റ് മാറിപ്പോയി. എൽ മൈനസ് എപ്സിലോൺ ഇസ് ലെസ് ദാൻ എഫ് ഓഫ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് വൈ മൈനസ് എൽ, ഞാൻ എടുത്തപ്പോൾ മാറിപ്പോയതാണ്. എഫ് ഓഫ് വൈ മൈനസ് എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് എപ്സിലോണും പ്ലസ് എപ്സിലോണും ഇടയ്ക്ക് കിടക്കുകയല്ലേ. എൽ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ പ്ലസ് എപ്സിലോൺ. Therefore, f of y minus l എന്ന് പറയുന്നത് മൈനസ് എപ്സിലോണും പ്ലസ് എപ്സിലോണും ഇടയ്ക്ക് കിടക്കും. അപ്പം നമുക്കത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറയാം. മോഡുലസ് ഓഫ് എഫ് ഓഫ് വൈ മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഇഫ് എന്തായിരുന്നു കണ്ടീഷൻ? 0 ലെസ് ദാൻ സി മൈനസ് വൈ ഈസ് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ. അപ്പം നമുക്ക് എന്ത് കിട്ടി? വെൻ 0 ലെസ് ദാൻ c minus y less than delta epsilon, we have modulus of f of y minus l is less than epsilon. ഇത് ലെഫ്റ്റ് ലിമിറ്റിന്റെ കണ്ടീഷൻ. 0 ലെസ് ദാൻ c minus y less than delta വരുമ്പോഴെല്ലാം modulus of f of y minus l less than epsilon. This implies limit x tends to c minus left limit f of x is equal to l. f of y minus l ന്റെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ. whenever c minus y less than delta epsilon എന്ന് പറയുമ്പോൾ ലിമിറ്റ് y tends to c അല്ലെങ്കിൽ x tends to c minus f of y equal to l. y എഴുതുവാണെങ്കിൽ ഇവിടെ y എഴുതിയേക്കുന്നതുകൊണ്ട് y എഴുതിയാൽ മതി. f of y tends to c minus f of y equal to l. l എന്ന് പറയുന്നത് എന്തായിരുന്നു? സുപ്രീമം ഓഫ് set of all f of x with x element of I x less than c വരുന്ന ഫംഗ്ഷന്റെ വാല്യൂസിന്റെ സുപ്രീമം ആയിരുന്നു L. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ലെഫ്റ്റ് ലിമിറ്റ് ഓഫ് c എന്ന് പറയുന്നത് ഈ സുപ്രീമം ആണ് കിട്ടി. അതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്.